Hi friends, welcome to Archie's Cook World. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് Labanese Manakish. നോർമൽ മനാക്കിഷ് എന്ന് പറയുന്ന സാത്തർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ ട്വിസ്റ്റ് കൊടുത്തിട്ടാണ് ചിക്കൻ മനാക്കിഷ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ എൻ്റെ വീഡിയോസ് ചൂടാറാതെ കിട്ടണമെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചിക്കൻ മനാക്കിഷ് റെഡിയാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മൈദ മാവ്, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, ചെറു ചൂട് വെള്ളം, ഉപ്പ്, എണ്ണയും. ചിക്കൻ മനാക്കിഷിൻ്റെ ബേസ് തയ്യാറാക്കാൻ മൈദ മാവും ബാക്കി ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പം മൈദ മാവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ, ചെറു ചൂട് വെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തൊടുമ്പോൾ ബൗൺസ് ചെയ്ത് വരുന്ന മാവായിരിക്കണം. ഇനി ഇതിൻ്റെ മാവിൻ്റെ അടിയിൽ ഒരല്പം എണ്ണ തേച്ച് കൊടുക്കാം. ഇനി ഈ മാവിൻ്റെ മുകളിലും ഒരല്പം എണ്ണ ഒഴിച്ച് തടവി ഒരു നനഞ്ഞ തുണി വെച്ച് മൂടി വയ്ക്കാം. ഇതിന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. മനാക്കിഷിനുള്ള ഫില്ലിംഗ് തയ്യാറാക്കേണ്ട ഇൻഗ്രീഡിയൻസ്: ചിക്കൻ മിൻസ് ചെയ്ത ചിക്കനാണ് 250 ഗ്രാം, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 1 തക്കാളി പേസ്റ്റ് ആക്കിയതാണ്, 1/2 നാരങ്ങയുടെ നീര്, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 പച്ചമുളകും, കുറച്ച് പുതിന ഇല അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി ചതച്ചത്, ജീരകപ്പൊടി, പുതിന ഇല, പച്ചമുളകും. ഇതിലേക്ക് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുഴച്ച് വെച്ച മാവ് റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഇതിന് തുറന്നു നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒരു 5 മിനിറ്റത്തേക്ക് നന്നായിട്ട് ഒന്നും കൂടി ഞെവിടിയെടുക്കാം. അപ്പോൾ ഈ മാവിനെ 2 ബോൾസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് പരത്തിയെടുക്കാം. മാവ് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിനി ബട്ടർ തേച്ച് വെച്ചിരിക്കുന്ന പാനിലോട്ട് മാറ്റാം. ഈ പാനിൽ ബട്ടർ തേച്ച് വെച്ചിരിക്കുന്ന ഇതിലോട്ട് പരത്തി വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ഇട്ട് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ചീസാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചിക്കൻ്റെ ടോപ്പിംഗ് വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ ടോപ്പിംഗ് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ചിക്കൻ്റെ മിക്സ്ചർ മുകളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ചീസ്, ഗ്രേറ്റ് ചെയ്ത ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് വിതറിയതിന് ശേഷം ഇനി ഇത് സ്റ്റൗവിലോട്ട് വയ്ക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം.
അപ്പോൾ ലെബനീസ് ചിക്കൻ മനാക്കിഷ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.